അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എലിമിനേഷൻ റിയാക്ഷൻ ഓർ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് KOH ആണ്. നിങ്ങളുടെ ഗൈഡിലെ ഒരു റിയാക്ഷൻ തന്നെ ഞാൻ ഇപ്പൊ എടുക്കാൻ പോണ. എ മോളിക്യൂൾ ഓഫ് HX ഈസ് എലിമിനേറ്റഡ് ആൻഡ് ആൻ ആൽക്കീൻ ഈസ് ഫോംഡ്. നമുക്ക് നോക്കാം. CH3 CH2 Br പ്ലസ് ആൽക്കഹോളിക് KOH. ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ആൽഫ എന്താണ് ബീറ്റ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആൽഫ എന്ന് പറയുന്നത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള കാർബണ് നമ്മൾ ബീറ്റ കാർബൺ എന്ന് പറയും. ഓക്കെ, ഇനി ഈ ആൽഫ കാർബണിലുള്ള ഹൈഡ്രജനെ നമ്മൾ ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയും. ഈ ഹൈഡ്രജനെ നമ്മൾ ബീറ്റ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയും. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് ഇപ്പൊ ഹലോ ആൽക്കെയിൻസ് അല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഹാലജൻ എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെയാണ് നമ്മൾ ആൽഫ എന്ന് പേര് കൊടുക്കുന്നത്. അപ്പൊ ആ ആൽഫ കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ നോക്കുക. ഇവിടെ ഈ ഹാലജൻ നോക്കുക, ഈ ഹാലജനും ആൽഫ കാർബണിലെ ഹാലജനും ബീറ്റ ഹൈഡ്രജനും നോക്കുക. ബീറ്റ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഹൈഡ്രജനും കൂടി പോകുമ്പോൾ എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഹൈഡ്രജൻ മൈനസ് എച്ച്, ഈ ബിആർ മൈനസ് HBr എലിമിനേറ്റ് ചെയ്യാണ്. എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോ ഇതൊന്നും കൂടെ എഴുതാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ എലിമിനേഷൻ സംഭവിക്കുകയാണ്. HBr, ആ HBr പോയാല് ഇവിടെ ഒരു ഫ്രീ വാലൻസി, കാർബണിന്റെ വാലൻസി പിന്നെ കറക്റ്റ് ആയിരിക്കും. 1 2 3 1 2 3 3 വാലൻസി അവിടെ ശരിയാവുന്നുള്ളൂ. അപ്പൊ നാലാമത്തെ വാലൻസിക്ക് വേണ്ടി ഇവിടെയുള്ള രണ്ട് ഫ്രീ വാലൻസീസ് കൂടി ചേർന്ന് എന്തായിട്ട് മാറുന്നു? CH2 ഡബിൾ ബോണ്ട് CH2 ഒരു ആൽക്കീൻ ഉണ്ടാവുന്നു. ആൽക്കീൻ. ഈ എലിമിനേഷൻ ബീറ്റ ഹൈഡ്രജൻ ആണ് ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ബീറ്റ എലിമിനേഷൻ എന്നും കൂടി പറയും. ബീറ്റ എലിമിനേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് KOH. ഇവിടെ നമുക്ക് ഡൗട്ട് ഒന്നും വരുന്നില്ല. ആകെ ഒരു ബീറ്റ ഹൈഡ്രജൻ ആറ്റമേ ഇവിടെ വരുന്നുള്ളൂ, ബീറ്റ കാർബൺ ആറ്റമേ വരുന്നുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഡൗട്ട്സ് ഒന്നും വരുന്നില്ല. ഇനി വേറെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സെയിം റിയാക്ഷൻ തന്നെ. ഇപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് വേറെ ഹൈഡ്രജൻ, ഈ ഹലജൻ പോയാല് ഇവിടുന്ന് മാത്രമേ ഹൈഡ്രജൻ എടുക്കാൻ പറ്റുന്നുള്ളൂ. വേറെ ഒരു പോസിബിലിറ്റി അവിടെ വരുന്നില്ല. പക്ഷെ വേറൊരു കോമ്പൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അടുത്തൊരു, നിങ്ങൾ നോക്കിയ അടുത്തത്, ഇതൊന്ന് എല്ലാവരും എഴുതിയേ, പെട്ടെന്നൊന്ന് എഴുതിയേ, മനസ്സിലാക്കി എഴുതാം കേട്ടോ. എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കി എഴുതി എടുക്കണം കേട്ടോ. നമുക്ക് സമയമാണ് പ്രധാനം, അതുകൊണ്ട് ഞാനത് വായിച്ചു കളയാണ്. അടുത്തൊരു കോമ്പൗണ്ട് നിങ്ങളുടെ ഗൈഡിൽ തന്നെയുള്ള കോമ്പൗണ്ട് ആണ് ഞാൻ എഴുതുന്നത്. CH3 CH2 CH, അതിങ്ങനെ ഒന്ന് എഴുതി. CHBr CH3 പ്ലസ് ആൽക്കഹോളിക് KOH. ഇപ്പൊ റൈറ്റ് സൈഡിൽ എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താഴേക്ക് എഴുതാണ്. ഇതിന്റെ പ്രോഡക്റ്റ്, രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഒന്ന്, രണ്ട് പ്രോഡക്റ്റ് ഇവിടെ സാധ്യതയുണ്ട്. നോക്കുക, ഈ ഹാലജൻ പോവും, അത് ഉറപ്പാണ്. അതിന് നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. ഇതിനെ ആൽഫ കാർബൺ ആറ്റം എന്ന് വിളിക്കുന്നു. അതിലെ ഹാലജൻ ആറ്റം പോവും. പക്ഷെ ഈ കാർബണും ബീറ്റ കാർബൺ ആണ്, ഈ കാർബണും ബീറ്റ കാർബൺ ആണ്. ഇതിലെ ഏത് ഹൈഡ്രജൻ പോകും? ഒന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് കേസ് ഞാൻ എടുക്കാണ്. ഇത് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ പോകുന്നതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ പോകുന്നതാണ്. അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ എടുത്ത് നോക്കാണ്. ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോവാണ് കേട്ടോ. ഈ ഹൈഡ്രജൻ പോവാണ്.
അപ്പൊ നമുക്ക് എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടണം? CH3 CH. ഇവിടെ എന്തായിരിക്കും അപ്പൊ? ഡബിൾ ബോണ്ട് CH3. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടണത്. ഓക്കെ. ഇനി സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ പോവാം, ആ ഒരു സാധ്യതയുണ്ട്. അത് നമുക്ക് നോക്കാം. CH3 CH2 CH. നോക്കാം, ഈ ഹൈഡ്രജൻ ആണ് പോണത്, ഇവിടുത്തെ ഹൈഡ്രജൻ. അപ്പൊ എന്തായിരിക്കും? ഡബിൾ ബോണ്ട് CH2. രണ്ട് പോസിബിലിറ്റി വരികയാണ്. കാണുന്നുണ്ടോ? രണ്ട് പോസിബിലിറ്റി ആണ് അവിടെ വരുന്നത്. അപ്പോ ഇതിൽ ഏതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന റൂളാണ് സെയ്ത്-സെഫ്സ് റൂൾ. ഏത് റൂൾ അനുസരിച്ചാണ് പറയുന്നത്? സെയ്ത്-സെഫ്സ് റൂൾ. ഒരു റഷ്യൻ സയന്റിസ്റ്റിന്റെ പേരാണ് സെയ്ത്-സെഫ്സ് റൂൾ. അപ്പൊ അത് പ്രൊണൗൺസ് ചെയ്യുന്ന പലതിലും പലതാണ്. ഞങ്ങൾക്ക് ഇത് Z ആയിരിക്കും ചില ടെക്സ്റ്റില്. സെയ്ത്-സെഫ്സ് റൂൾ പറയുന്നത് എന്താണ് ഒന്ന് പറഞ്ഞേ. ഇൻ ഡീഹൈഡ്രോ ഹാലജനേഷൻ. എന്താ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറയുന്ന? ഒരു ഹൈഡ്രജനും ഒരു ഹാലജനും ആണ് പോകുന്നത്. അതുകൊണ്ടാണ് ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഈ എലിമിനേഷൻ റിയാക്ഷന്റെ വേറൊരു പേരാണ് ഡീഹൈഡ്രോ ഹാലജനേഷൻ. എന്താണ്? ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഫസ്റ്റ് കേസില് EBRഉം ഈ ഹൈഡ്രജനും ആണ് പോയി. സെക്കൻഡ് കേസിൽ EBRഉം ഈ ഹൈഡ്രജനും ആണ് പോയത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ രണ്ട് സാധ്യതകളാണ് ഉണ്ടാവുന്നത്. രണ്ട് കോമ്പൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഏതായിരിക്കും മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? സെയ്ത്-സെഫ്സ് റൂൾ എന്ന് പറയുന്നത് ദ പ്രിഫേർഡ് പ്രോഡക്റ്റ് ഇസ് ദ ആൽക്കീൻ which has greater number of alkyl groups attached to double bonded carbon atoms. ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ആണ് നമ്മൾ നോക്കേണ്ടത്. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തില് ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് ഏതാണോ അതാണ് മേജർ പ്രോഡക്റ്റ്. ഏതാണ് ഇപ്പൊ മേജർ പ്രോഡക്റ്റ്? ഇതാണ് ഒരു കാർബൺ ആറ്റം. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് ഇവരെയാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത്. ഈ കാർബൺ ആറ്റത്തില് ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഇവിടെ നോക്കുക, ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ വരുന്ന ഇവിടെ ഒക്കെയാണ് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഈഥൈൽ ഗ്രൂപ്പാണ്. ഓക്കെ. പക്ഷെ ഈ കാർബണിൽ കണ്ടോ 2 ഹൈഡ്രജൻ ആണ് വന്നത്. നോ ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ല. പക്ഷെ സെയ്ത്-സെഫ്സ് റൂൾ പറയുന്നത് എന്താണ്? ഡബിൾ ബോണ്ടിന്റെ അപ്പുറവും ഇപ്പുറവും ഡബിൾ ബോണ്ടഡ് കാർബണില് ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് ഏതാണോ അതാണ് മേജർ പ്രോഡക്റ്റ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും മേജർ പ്രോഡക്റ്റ്? ഇതാണ് മേജർ പ്രോഡക്റ്റ്. കണ്ട, 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് ഇതാണ് മേജർ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു സെയ്ത്-സെഫ്സ് റൂൾ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി ഈ വീഡിയോ. കേട്ടല്ലോ? അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് ഒന്ന് നീണ്ടുപോവാണ്. അപ്പൊ എന്തൊക്കെയാ അപ്പൊ ഇതിൽ ചോദിക്കാവുന്നത്? വാട്ട് ഈസ് എലിമിനേഷൻ റിയാക്ഷൻ? അപ്പൊ ചില കേസസിൽ ചോദിക്കും ബീറ്റ എലിമിനേഷൻ എന്താന്ന് ചോദിക്കും, ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്താന്ന് ചോദിക്കും. ചില കേസിൽ ഇങ്ങനെ കോമ്പൗണ്ട് തന്നിട്ട് HBr മാത്രം എഴുതിയിട്ട് പ്രോഡക്റ്റ് ഏതാന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് വന്നതെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ. അപ്പൊ മേജർ പ്രോഡക്റ്റ് ആൻഡ് മൈനർ പ്രോഡക്റ്റ്. ഇനി അടുത്ത ഇക്വേഷൻ, അടുത്ത കോമ്പൗണ്ട് എന്ന് എഴുതി നോക്കാം. നമുക്ക് ഗൈഡിലുള്ളത് തന്നെയാണ് ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാവും. നെക്സ്റ്റ് കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിന്റെ പേര് എന്താണെന്ന് നോക്കി എഴുതി നോക്കണോട്ട് എല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ നോട്ടില്ല. CH3 CH2 CH2 CH Br ഞാൻ ഇങ്ങനെ എഴുതി Br CH3 പ്ലസ് ആൽക്കഹോളിക് KOH. കാണുന്നുണ്ടല്ലോ അല്ലെ? ഗ്രീൻ കളർ ആയതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. ഇവിടെ നോക്കുക, ഈ ഹാലജൻ പോയി. പോസിബിലിറ്റി ഏതൊക്കെയാണ്? ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോകാം. ഇതും ആൽഫ കാർബൺ ആണ്, ഇത് ആൽഫ എന്നല്ലല്ലോ പറയണത്, ബീറ്റ അല്ലെ? ആൽഫ എന്ന് പറയുന്നത് ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ. ഇതിൽ രണ്ടിന്ന് ഹൈഡ്രജൻ പോകാം. ഏതാണെന്ന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇപ്പോ ഇവിടെ നിന്നാണ് പോകുന്നതെങ്കിൽ, ഫസ്റ്റ് കേസ് ഇവിടെ നിന്നാണ് പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ എഴുതാൻ പോണത്? CH3 CH2 ഈ ഹൈഡ്രജൻ പോയി, അപ്പൊ CH. ഇവിടെ Br പോയി, ഡബിൾ ബോണ്ട് CH3. ഇനി ഇതാണ് പോകുന്നതെങ്കിലോ, സോറി, ഇതിലെ ഹൈഡ്രജൻ ആണ് പോണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതും? CH3 CH2
CH2 CH ഡബിൾ ബോണ്ട് CH2. ഇങ്ങനെ രണ്ട് പ്രോഡക്റ്റ്, രണ്ട് സാധ്യതകളാണ് കാണുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഏതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് ഞാൻ എങ്ങനെ എഴുതും? ഇവിടെ നോക്കുക, ഈ കാർബണിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു ഈഥൈൽ ഗ്രൂപ്പ് കണ്ടോ. ഇവിടെയാണെങ്കിലോ ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഇല്ല. അപ്പൊ ഇതാണ് മേജർ പ്രോഡക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. According to Sietz's rule, in dehydrohalogenation reactions, the preferred product is the alkene, which has greater number of alkyl groups attached to the doubly bonded carbon atom. Clear അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് reactions with metals. Reaction with metals. Divya Jensen. Divya Jensen. Yes, miss. Divya Jensen ഇല്ലേ? Yes, miss. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം മോനെ. ഒന്ന് പറഞ്ഞ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ഒന്ന് വായിച്ചേ. Most of the organic chlorides, bromides, and iodides react with certain metals to give compounds containing carbon-metal compound bonds are called organometallic compounds. Alkyl magnesium halides are generally known as Grignard reagent. reagent. അടിയില് വായിക്കണോ മിസ്സേ? ഇല്ല, അത്രയും വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇതില് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം? നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ പുറകിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നത് ഇത് ചോദിക്കാം. വാട്ട് ഈസ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു ആൽക്കൈൽ ഹാലൈഡ് ജനറൽ ആയിട്ട് എഴുതാം കേട്ടോ. ആൽക്കൈൽ ഹാലൈഡ്, ഇതിനാണ് ആൽക്കൈൽ ഹാലൈഡ് ജനറൽ ആയിട്ട് എഴുതാം. Reacts with magnesium in dry ether. നിങ്ങൾ മനസ്സിലാക്കുക, ഈ മെഗ്നീഷ്യം ഈ ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള ഇതിന്റെ ഇടയില് മെഗ്നീഷ്യം, അപ്പൊ ഓർഗാനോ, ഇതൊരു ഓർഗാനിക് അല്ലേ, ഓർഗാനോ മെറ്റാലിക് ഹാലൈഡ് RMgX. ഇതിനെയാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് ഈ ആർ ഗ്രൂപ്പ് ഏതും ആവാം, മീഥൈൽ ഏത് വേണമെങ്കിലും ആവാം. ഗ്രിഗ്നാർഡ് റിയേജന്റ് പഠിച്ചോ. അപ്പൊ വാട്ട് ഈസ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് വെച്ചാൽ RMgX. ജനറൽ ആയിട്ട് ഒന്ന് എഴുതി വെച്ചേക്കാം, ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. ഇതെന്താണ്? ഇത് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. ഇതിനെയാണ് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. അത് തന്നെയാണ് നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ചോദിച്ചാലും ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്താന്ന് ചോദിച്ചാലും ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ട് പ്രോഡക്റ്റ് ഏതാന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഗ്രിഗ്നാർഡ് റിയേജന്റ്സ് ആർ ഹൈലി റിയാക്റ്റീവ്. when it reacts with water, alcohols, amines or H2S, they are converted into hydrocarbons. Therefore, it is very necessary to avoid any traces of moisture from Grignard reagent. അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് സൂക്ഷിക്കുമ്പോൾ ഇത്തിരി പോലും വാട്ടറിന്റെ അംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗം റിയാക്ട് ചെയ്ത് പോകും, ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ക്വസ്റ്റ്യൻ അത് മാർക്ക് ചെയ്യാം. It is necessary to avoid any traces of moisture from a Grignard reagent. Why? It is highly react and it reacts with water, alcohols or amines to form hydrocarbon ആയിട്ട് മാറിപ്പോകും. ഇതെന്തായിരിക്കും? ഇത് അതിനായിട്ട് റിയാക്ട് ചെയ്ത ഏതൊക്കെയാണ്? വാട്ടർ, ആൽക്കഹോൾ, അതുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? ഇത് ആൽക്കെയിൻ ആയിട്ട് മാറുന്നു, ആൽക്കെയിൻ ഉണ്ടാവുന്നു. ഓക്കെ, ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഹാലജന് പകരം ഹൈഡ്രജൻ വരുന്നു. അപ്പൊ ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കാം. ഇത് ജനറൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണെന്ന്.
C2H5Br എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. C2H5Br പ്ലസ് Mg is C2H5 അതിന്റെ ഇടയിൽ മെഗ്നീഷ്യം കയറും. മെക്കാനിസം ഒക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഇതാണ് ആൽക്കൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. ഇത് C2H5 ആയതുകൊണ്ട് നമ്മൾ എന്തിനാ പറയും? ഈതായി ഗ്രൂപ്പ് ആണിത്. ഈ C2H5 നമ്മൾ വേറൊരു രീതിയിൽ എങ്ങനെയാണ് എഴുതണം? CH3CH2Br പ്ലസ് മെഗ്നീഷ്യം എന്തായിട്ട് വരും? CH3CH2MgBr. നോക്കുക, ഇത് തന്നെയാണ് ഇത്. കണ്ടോ, ഇത് രണ്ടും സെയിം ആണ്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്ന് ചോദിക്കണോട്ടോ എന്നോട്. ഓഡിയോ ഓൺ ചെയ്ത് നോക്കണേ, ഞാൻ ചാറ്റ് നോക്കുന്നില്ല. ഇനി ഈ ഉണ്ടാവുന്ന C2H5Br MgBr എന്തുമായിട്ടാണ്? പ്ലസ് H2O. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന? ഓർ ആൽക്കഹോൾ, ഏതെങ്കിലും ആൽക്കഹോൾ പ്ലസ് അമീൻസ് ഓർ H2S ഇതുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് എന്ത് സംഭവിക്കുന്ന പറയണത്? ഇത് ഈ MgBr ഈ വശത്ത് നിന്ന് ബ്രേക്ക് ചെയ്ത് ഇവിടെ പകരം ഹൈഡ്രജൻ വന്ന് ചേരും CH3CH3. അതുകൊണ്ടാണ് അത് വാട്ടർ അറ്റ്മോസ്ഫിയർ അല്ലെ വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഗൈഡില്. CH3Br പ്ലസ് Mg, you will get CH3MgBr. When it reacts with water molecule, you will get OH molecule ഇവിടെയും വരും, H molecule ഇവിടെയും വരും. ഞാൻ വെറുതെ ഇങ്ങനെ എഴുതണം കേട്ടോ, OH ഉം H. അപ്പൊ ഈ കോമ്പൗണ്ട് എന്തായിട്ട് മാറും? CH4. ഇതാണ് ആൽക്കെയിൻ. ആൽക്കെയിൻ ആയിട്ട് മാറും എന്ന് പറഞ്ഞില്ലേ നേരത്തെ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന. പ്ലസ് Mg, ഇതിങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഓർമ്മ കിട്ടണം. MgBrOH. ഇങ്ങനെ എഴുതിയാല് മറന്നുപോയില്ല. മെഗ്നീഷ്യത്തിന്റെ രണ്ട് വാലൻസിൽ ഒരു OH ഗ്രൂപ്പും Br ഗ്രൂപ്പും വരും. MgBrOH എഴുതുമ്പോ അങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതിയാല് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ എലിമിനേഷൻ റിയാക്ഷൻ പഠിച്ചു. റിയാക്ഷൻസ് വിത്ത് മെറ്റൽസിൽ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ദാറ്റ് ഈസ് Grignard reagent ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അടുത്തത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണത്? വൂഡ്സ് റിയാക്ഷൻ. സാൻഡ്ര ജോൺസൺ സമയം പോവാണ്. നിങ്ങള് ആബ്സെന്റ് ആണെങ്കിൽ ലീഡേഴ്സ് അത് പറയുക കേട്ടോ. ആരാത്? ആബ്സെന്റ് ആണോ? ആയിഷ ഇർഫാന ഇല്ല. ആയിഷ ഇർഫാനയും ഇല്ല. ഉണ്ട്. ഒന്ന് വായിച്ചേ. അടുത്തത് എന്താ? വൂഡ്സ് റിയാക്ഷൻ ഒന്ന് വായിച്ചേ. The product is the hydrocarbon containing double the number of carbon atoms present in the halide. Okay, പഠിച്ചിട്ടുണ്ടോ നേരത്തെ? വൂഡ്സ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടോ? മിസ്സേ. വെരി ഗുഡ്. അപ്പൊ വൂഡ്സ് റിയാക്ഷൻ എപ്പോഴും സോഡിയം ഇൻ ഡ്രൈ ഇത് ഓർത്ത് വെച്ചേക്കാം. എന്താ ഉണ്ടാവുന്നത്? ആൽക്കൈൽ ഹാലൈഡ് ആൽക്കീൻ ആയിട്ട് മാറുന്നു. CH3 എങ്ങനെയാ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെ? CH3Br പ്ലസ് 2Na. ഈ CH3Br ഒരു മോളിക്യൂൾ കൂടി, രണ്ട് മോളിക്യൂൾ വെറുതെ ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എപ്പോഴും എഴുതുന്ന ഇങ്ങനെ എഴുതണം. CH3 നോക്കുക, ഇവിടെ നിന്ന് CH3Br പോയാല് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് 2NaBr.
ഇവിടെ നമ്മൾ എത്ര കാർബൺ ആറ്റം ഉണ്ടായിരുന്നു? നമ്മൾ തുടക്കത്തിൽ ഒരു കാർബൺ ആറ്റമായിട്ടാണ് തുടങ്ങിയത്. ഒരു കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ട് മീതെയിൻ അല്ലെങ്കിൽ മീഥൈൽ ഹാലജൻ. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയപ്പോ എത്ര കാർബൺ ആറ്റം ഉണ്ട് പ്രോഡക്റ്റില്? 2. ഇരട്ടിപ്പിക്കുന്നു അല്ലെ? ഇരട്ടിപ്പിക്കൽ യന്ത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുന്നു. അതിനെയാണ് നമ്മൾ വൂഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു കാർബൺ ആണെങ്കിൽ 2 എണ്ണവും, 2 കാർബൺ ആണെങ്കിൽ 4 എണ്ണവും അല്ലെ? ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി. അനുപമ MS. കേക്കണ്ടോ? കേൾക്കണ്ട്. മോളെ ഒന്ന് വായിച്ചേ, ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അതെ. Most important chemical reactions of haloalkanes are their substitution reactions. What is it? ക്വസ്റ്റ്യൻസ് ഇപ്പൊ റൂട്ട്സ് റിയാക്ഷൻ കഴിഞ്ഞുള്ളത്. What are ambident nucleophiles? Explain with an example. Why Grignard reagents should be prepared under anhydrous conditions? Answer: it reacts with moisture and forms hydrocarbons. Write any two differences between SN1 and SN2. Write down the major product and state the role behind it. ഓക്കെ, അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസ് എല്ലാവരും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ആൻസേഴ്സ് എനിക്ക് കാണാൻ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോണ റിയാക്ഷൻസ് ഓഫ് ഹാലോ അറീൻസ്. അതിൽ എപ്പോഴും ചോദിക്കുന്നതാണ് അറൈൽ ഹാലൈറ്റ്സ് ആർ ലെസ് റിയാക്റ്റീവ്. വൈ? അറൈൽ ഹാലൈറ്റ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? ഈ അറൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ആൽക്കൈൽ ഹാലൈഡ് എന്നാണ്. ഫോർ എക്സാമ്പിൾ CH3Br. ഇതിനെ നമ്മൾ പറയും ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ, ഇതൊരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പൊ ഇതിനെ നമ്മളെ മീഥൈൽ ബ്രോമൈഡ് അല്ലെ? അല്ലെങ്കിൽ വേറെ ഏത് പറയും? ബ്രോമോ മീതെയിൻ അല്ലെ? ബ്രോമോ മീതെയിൻ എന്ന് പറയും. ഓക്കെ, ഇനി ഇത് അറൈൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? അറൈൽ ബെൻസീൻ റിംഗ് അല്ലെ? ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ബെൻസീൻ റിംഗില് ഹാലജൻ വരുമ്പോഴാണ് ഇത് ബ്രോമോ ബെൻസീൻ അല്ലെ? ബ്രോമോ ബെൻസീൻ ആണ്. ഇതിനെയാണ് നമ്മൾ അറൈൽ ഹാലൈഡ് എന്ന് ജനറൽ ആയിട്ട് പറയുന്നത്. അറൈൽ എന്ന് പറയുമ്പോൾ അരോമാറ്റിക്, അതായത് ബെൻസീൻ റിംഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. അറൈൽ ബ്രോമൈഡ്, അറൈൽ ഹാലൈഡ് എന്നൊക്കെ പറഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസം മനസ്സിലായല്ലോ? ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീന ജോസഫ്. സ്റ്റീന ജോസഫ് ഉണ്ടോ? എന്താണ് മോനെ ആൽക്കൈൽ ഹാലൈഡോ അറൈൽ ഹാലൈഡോ തമ്മിലുള്ള വ്യത്യാസം? ആൽക്കൈൽ ഹാലൈഡില് ഹാലൈഡ്സ് ഉണ്ടാവും. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? അറൈൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ കാര്യോ? ആൽക്കൈൽ ഹാലൈഡ് എന്താണ്? അറൈൽ ഹാലൈഡ് എന്താണ്? ആനന്ദ് മാത്യു. കേൾക്കണ്ട, പറഞ്ഞു. ഈ ആൽക്കൈൽ ഹാലൈഡ് അറൈൽ ഹാലൈഡ് തമ്മിലുള്ള വ്യത്യാസമാണ്. അതെ, ക്ലിയർ അല്ലല്ലോ. ആരുമില്ലേ പറയാൻ? നോയൽ സാബു. മിസ്സേ, പറഞ്ഞോ. ഇതിന്റെ ഡിഫറൻസ് അല്ലേ?
അത് ഈ ആൽക്കൈൽ ഹാലൈഡ്സ് എന്താ കാർബൺ ആറ്റംസിന്റെ ഇതായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. പിന്നെ മറ്റേത് ആരോമാറ്റിക് ഗ്രൂപ്പില്. അതെ അതെ, അതാ വ്യത്യാസം. അത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ആൽക്കൈൽ ഗ്രൂപ്പ്, മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, അതിലേക്ക് ഹൈഡ്രോകാർബൺ ചെയിൻ. ഇത് ബെൻസീൻ റിംഗിലാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. കേട്ടല്ലോ, അത് മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ നമ്മളോട് ചോദിക്കാണ്, ഇവര് രണ്ടുപേരും വരുമ്പോൾ അറൈൽ ഹാലൈഡ്സ് ലെസ് റിയാക്റ്റീവ്. അറൈൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ്. എന്തുകൊണ്ടാണ് അത് റിയാക്ടിവിറ്റി കുറയുന്നതെന്ന്? അപ്പൊ അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ബെൻസീൻ റിംഗ്, അറൈൽ കോമ്പൗണ്ട് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഒരു ക്ലോറിനാണ്. അപ്പൊ ഇവിടുത്തെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണ് ഇതിനായിട്ട് ഒരു എന്താണ് റെസൊണൻസിൽ വരുമ്പോ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. അതിനൊരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. വായിക്കുകയാണ്, ഇൻ ഹാലോഅറീൻസ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദ ഹാലജൻ ആറ്റം are delocalized on the benzene ring. As a result, CX bond acquires a partial double bond character. അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുമ്പോ ഇവിടുന്ന് ഇതിനെ മാറ്റിയിട്ട് പകരം ആര് വരണം? എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പറയുന്നത്? അപ്പൊ ന്യൂക്ലിയോഫൈൽ വരണം. NU മൈനസ് ന്യൂക്ലിയോഫൈൽ OH ഗ്രൂപ്പ് ആവാം, OH മൈനസ് ആവാം. അപ്പൊ ഇതിനെ മാറ്റാൻ, ഈ ബോണ്ട് സ്ട്രോങ് ബോണ്ട് ആയിട്ട് മാറുമ്പോൾ ഇതിനെ മാറ്റിയിട്ട് OH ബോണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ. ഇതില് sp2 ഹൈബ്രിഡൈസ്ഡ് ബോണ്ടിങ് ആണ് ഈ കാർബൺ. ഇവിടെ ഒരു കാർബൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസ്ഡ്. അതേസമയം വെറുതെ CH3Br എന്ന് നമ്മൾ എഴുതിയാൽ ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അപ്പൊ sp2 ഹൈബ്രിഡൈസ്ഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ്. കാരണം കൂടുതൽ S ക്യാരക്ടർ ആണ് അവിടെ വരുന്നത്. sp3യേക്കാളും കൂടുതൽ S ക്യാരക്ടർ അവിടെ വരുന്നു. In haloarenes, the halogen atom is bonded to an sp2 hybridized carbon. As a result, it is more stable and less reactive than haloalkenes. ഇനി എന്താണ് മെക്കാനിസം? നമ്മൾ SN1 മെക്കാനിസം കണ്ടു. ഇത് എന്തായിട്ട് മാറും? ഈ CH3 പ്ലസ് കാർബോ കാറ്റയോൺ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ C6H5 പ്ലസ് ഫിനൈൽ കാറ്റയോൺ ആയിട്ട് മാറും. ഓക്കെ, പക്ഷേ അങ്ങനെ ഉണ്ടാവുമ്പോൾ in haloarenes the carbocation formed as a result of self ionization is not stabilized by resonance. ഇത് ഇങ്ങനെ ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ ന്യൂക്ലിയോഫൈൽ വരുന്നത്. അപ്പോ ഇത് സ്റ്റേബിൾ ആണെങ്കിലാണ് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കുന്നത്. ഇത് അൺസ്റ്റേബിൾ ആയിട്ടാണ് ഉണ്ടാവണമെങ്കിൽ ഇതിൽ നിന്ന് ഇതിലേക്ക് പോകാൻ റെഡി ആവില്ല. ഇതിൽ നിന്ന് ഇതിലേക്ക് ഉണ്ടാവുന്നത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ആണെങ്കിലാണ് പെട്ടെന്ന് ഉണ്ടാവുന്നത്. ഇത് സ്റ്റേബിൾ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ നടക്കില്ല. അതാണ് പറയുന്നത്. അപ്പൊ 3 പോയിന്റ്സ് പരീക്ഷയ്ക്ക് ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഡ്യൂ ടു റെസൊണൻസ് ഇഫക്ട്, sp2 ഹൈബ്രിഡൈസേഷൻ, sp2 എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്തേക്കും. ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ, ആ പോയിന്റ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. വേറൊരു കാര്യം, ഇവിടെ ഇലക്ട്രോൺ റിച്ച് സെന്റർ ആകുമ്പോൾ ഈ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോൺ റിച്ച് ആണ്. രണ്ടും കൂടി വരുമ്പോ ഇലക്ട്രോൺ റിപ്പൽഷൻ നടത്തുകയാണ്. അപ്പൊ അതൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പൊ 3 പോയിന്റ് മാർക്ക് ചെയ്യുക. റെസൊണൻസ് ഇഫക്ട് ക്വസ്റ്റ്യൻ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാലോ. അവിടെ മാർക്ക് ചെയ്യുക, അറൈൽ ഹാലൈഡ്സ് ആർ എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ. വൈ? അവിടെ സൈഡില് ആ മാർജിന്റെ അവിടെ എഴുതി വെച്ചേക്കാം വൈ. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വൈ എന്ന് എഴുതാം. എന്നിട്ട് അതിന്റെ ആൻസേഴ്സും ഈ 3 പോയിന്റ്. റെസൊണൻസ് ഇഫക്ട്, sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാർബൺ കാറ്റയോൺ, ഇലക്ട്രോണിക് റിപ്പൽഷൻ. അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി ഇലക്ട്രോൺ വിത്ഡ്രോയിങ്, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചാണ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഒരു ബെൻസീൻ റിംഗ് എടുക്കാണ്. ഈ ഒരു ബെൻസീൻ റിംഗിൽ Cl, ഇതാണ് നമ്മുടെ ഹാലോ.
അതില് ഓൾറെഡി NO2 എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടെന്നിരിക്കട്ടെ. ആ NO2ന്റെ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? NO2 ഗ്രൂപ്പ്സ് ആർ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ്. ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും? ന്യൂക്ലിയോഫൈൽ മൈനസ് അല്ലേ, പോസിറ്റീവ് സെന്ററിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് ന്യൂക്ലിയോഫൈൽ. അപ്പൊ അതുകൊണ്ട് അതിന് പെട്ടെന്ന് തന്നെ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു. Ortho and the halogen atom greatly activates the halogen atom for nucleophilic substitution. അപ്പൊ NO2 ഗ്രൂപ്പ് ഉണ്ട്, CN ഗ്രൂപ്പ് ഉണ്ട്, COH ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഓൾറെഡി ഇത് മാത്രമാണെങ്കിൽ ഇത് ലെസ് റിയാക്റ്റീവ് ആണ്. അതിന്റെ കൂടെ NO2ഓ CNO COHോ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ടിവിറ്റി നമുക്ക് കൂടുതൽ ഇൻക്രീസ് ചെയ്യാം. കാരണം ദീസ് ആർ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ ഈ ബെൻസീൻ റിംഗിന് വലിച്ചെടുക്കുന്നു. ഇലക്ട്രോൺ ഡെൻസിറ്റി ബെൻസീൻ റിംഗിൽ കുറയുന്നു. അപ്പൊ എന്താവും? ഇവിടെ ഒരു പോസിറ്റീവ് സെന്റർ ആയിട്ട് മാറൂല്ലേ. ന്യൂക്ലിയോഫൈലിൽ പെട്ടെന്ന് തന്നെ ഇതിനെ വന്ന് അറ്റാക്ക് ചെയ്യാം. അതാണ് അതിന് കാരണം. The presence of an electron withdrawing group at meta position has no effect on reactivity of haloarenes. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇത് കഴിഞ്ഞ കൊല്ലം പഠിച്ചത് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് പഠിച്ചത്? നൈട്രേഷൻ, സൾഫണേഷൻ ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ അതൊന്ന് പ്രധാനമായിട്ട് പറയാം. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോഫൈൽ E+ അല്ലെ, പോസിറ്റീവ് സെന്റർ. അത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഒരു ഇലക്ട്രോൺ റിച്ച് സെന്ററിനെ അന്വേഷിച്ചു പോകും അല്ലെ, ഒരു നെഗറ്റീവ് സെന്ററിനെ അന്വേഷിച്ചു പോകും ഇലക്ട്രോഫൈൽ എപ്പോഴും. അതാണ് ഇലക്ട്രോൺ റിച്ച്, ഇലക്ട്രോൺ സെർച്ചിങ്. ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ് എന്നാ പറയണ കേട്ടോ. ഞാൻ തെറ്റിച്ച് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ്, ഇലക്ട്രോൺ സെർച്ചിങ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അതിനെന്തായിരിക്കും ചാർജ്? അതിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഗൗരവ് കൃഷ്ണ, ആന്റണി റൂണി, ആന്റണി റൂണി അല്ലേ? ഒന്ന് വായിച്ചത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. The halogen atom directs the incoming substituent to the ortho and para position relative to the halogen atom. Due to -I effect, halogen atom deactivates the benzene ring. As a result, the reaction occurs slowly and under drastic conditions as compared to the benzene. ഓക്കെ, അപ്പൊ എന്താ അവിടെ പറയുന്നത്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഇതിനെ ഓൾറെഡി ഒരു ഹാലജൻ ആറ്റം ഉണ്ട്. നമുക്ക് നോക്കാതെ ബെൻസീൻ റിംഗില് ക്ലോറിൻ. ഇതിനെ നമ്മൾ പറയുന്ന ക്ലോറോ ബെൻസീൻ ആണ്. ക്ലോറോ ബെൻസീൻ പ്ലസ് Cl2 പ്ലസ് അൺഹൈഡ്രസ് FeCl3. ഈ ക്ലോറിൻ ആറ്റത്തിന് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയിരിക്കും. ഈ ക്ലോറിൻ ആറ്റം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്യും അടുത്തത് എവിടെ വരണം എന്നുള്ളത്. അങ്ങനെ രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ ഓർത്തോ പാരാ പൊസിഷൻ അല്ലെങ്കിൽ മെറ്റാ പൊസിഷൻ. അപ്പൊ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത് എങ്ങോട്ടാണ് ഇത് പോവേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഓർത്തോയും പാരായും ഒരുമിച്ചായിരിക്കും നമുക്ക് കിട്ടണത്. Cl ഇത് ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ. ഇതാണെങ്കിലോ പാരാ. അപ്പൊ ഓർത്തോ പൊസിഷൻ 1, 2 പൊസിഷൻ ആണെന്ന് നമുക്കറിയാം. പാരാ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1, 4 പൊസിഷൻ ആണെന്ന് പറയും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഓർത്തോ പാരാ പൊസിഷനിൽ നമുക്ക് കിട്ടും. ഹാലജനേഷൻ, ഇതിനെ പറയുന്ന പേരാണ് ഹാലജനേഷൻ. ഇനി അടുത്തതൊന്ന് നോക്കിയേ. അതിന്റെ പേരാണ് നൈട്രേഷൻ. എന്താണത്? ഇതിൽ നിന്ന് തന്നെ ഞാൻ എഴുതിക്കോട്ടെ. നൈട്രേഷൻ. നൈട്രേഷൻ എന്നാണ് പേര്.
എന്താണ് അവിടെ എടുക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ടീച്ചർ വേഗം വേഗം പറഞ്ഞു പോണത്. കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4. ഒരു നൈട്രോ ഗ്രൂപ്പ് വരും അല്ലെ? ഓർത്തോ പാര നൈട്രോ ഗ്രൂപ്പ്സ് വരും. പഠിച്ചത് നൈട്രേഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഹാലജനേഷൻ, നൈട്രേഷൻ. മൂന്നാമത്തത് എന്താണ്? എല്ലാം ഇനി എഴുതണില്ല. മൂന്നാമത്തെ NO2 പകരം ഏതായിരിക്കും വരണത്? സൾഫോണേഷൻ. ഗ്രൂപ്പ് മാത്രം എഴുതട്ടെ. SO3H ഗ്രൂപ്പാണ് സൾഫോണേഷൻ വരണത്. SO3H ഗ്രൂപ്പ് കണ്ടോ? അപ്പൊ അതൊന്ന് കണ്ണത് പഠിച്ചാൽ മതി. സൾഫോണേഷൻ SO3H വന്നിരിക്കുന്നു ഓർത്തോ പാരാ പൊസിഷനില്. ഇനി ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ആൽക്കൈലേഷനും ഉണ്ട്, അസൈലേഷനും ഉണ്ട്. ആൽക്കൈലേഷൻ ആണെങ്കിൽ ഏത് ഗ്രൂപ്പ് ആയിരിക്കും വരണത്? ആൽക്കൈലേഷൻ, ആൽക്കൈൽ ഗ്രൂപ്പ്, CH3 ഗ്രൂപ്പ്. അസൈലേഷൻ ആണെങ്കിൽ COCH3 ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ എത്ര ഉണ്ട്? 1 2 3 4 5 റിയാക്ഷൻസ് ഒറ്റ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് എല്ലാവരും എഴുതി കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങൾ 4 ക്വസ്റ്റ്യൻസ് എഴുതണം, ഇത് എഴുതണം. എഴുതി പഠിക്കാൻ വേണ്ടിയാണ് പറയണത്. എനിക്കൊരു തരത്തിലും നിങ്ങളെ ഫോഴ്സ് ചെയ്യാൻ ഇഷ്ടമില്ല. പഠിക്കേണ്ടവര് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതാണ് രസം. അപ്പൊ അവരോട് ഇങ്ങനെ പഠിക്കണം ഇങ്ങനെ എഴുതണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവര് സമയമൊക്കെ പഠിച്ചോളും. അതുകൊണ്ട് പറയുന്നില്ല. പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്നും അതിലേക്ക് വന്നാല് എനിക്ക് നിർബന്ധം പറയലും വഴക്കുറയലും ഒക്കെ ഒഴിവാക്കാം. അപ്പോ എങ്ങനെയാണ് ഈ റിയാക്ഷൻ എഴുതേണ്ടത്? ക്ലോറോ ബെൻസീൻ നടുക്ക് എഴുതി. ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് റിയാക്ഷൻ ഹാലജനേഷൻ. ഹാലജനേഷൻ ആണ് ഫസ്റ്റ് വൺ. ഏതാണ്? ഹാലജനേഷൻ. നമ്മൾ പഠിച്ചത് Cl2 ഇൻ പ്രസൻസ് ഓഫ് FeCl3. FeCl3. ഓർത്തോ പാരാമിക്സ്റ്റേഴ്സ് ആണ് കിട്ടണത്. കണ്ടോ? ഇത് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും എഴുതി നോക്കണം. അടുത്ത റിയാക്ഷൻ നൈട്രേഷൻ. എങ്ങനെയാണ് എഴുതുന്നത്? HNO3 ആൻഡ് H2SO4 കോൺസെൻട്രേറ്റഡ് ആണ്, നൈട്രോ ഗ്രൂപ്പ് വരും അല്ലെ? കിട്ടിയോ? അടുത്തത് എന്താണ്? സൾഫോണേഷൻ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4. ഏതാണ് സൾഫോണേഷൻ എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് ഓർത്ത് വെച്ചാൽ മതി. ഏതാണ് ഗ്രൂപ്പ്? SO3H. കണ്ടോ? ആദ്യം പഠിക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ ഇത് എളുപ്പമാണ്. SO3H. അടുത്തത് ഏതാണ്? സൾഫോണേഷൻ കഴിഞ്ഞ ഏതാണ്? ഫ്രീഡൽ ക്രാസ്. ഞാൻ ഫ്രീഡൽ ക്രാസിന് FC എന്ന് മാത്രം എഴുതണം. ഫ്രീഡൽ ക്രാസ് ആൽക്കൈലേഷൻ. ഫ്രീഡൽ ക്രാസ് ആൽക്കൈലേഷൻ. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷന്റെ പ്രധാനപ്പെട്ട റിയേജന്റ്. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അപ്പൊ ഈ CH3 ഗ്രൂപ്പാണ് അവിടെ വരുന്നത്. കാണുന്നുണ്ടോ? ഓക്കെ, ഇനി അസൈലേഷൻ നോക്കാം. അതൊന്ന് ഇത്തിരി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അത്രയ്ക്ക് അത് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ഇവിടെ എഴുതാം അല്ലെ? അസൈലേഷൻ. അവിടെ നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പ് COCH3. ആ ഗ്രൂപ്പാണ് നമുക്ക് അവിടെ വരണത്. അപ്പൊ നമ്മൾ എടുക്കുന്നത് CH3 തിരിച്ചെഴുതാം. അതായിരിക്കും നിങ്ങൾക്ക് CH3COCl. അസറ്റൈൽ ക്ലോറൈഡ്. ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ഇതിന്റെ പേര് അസറ്റൈൽ
അസറ്റൈൽ ക്ലോറൈഡ്. അസറ്റൈലേഷൻ ആണ് നടക്കുന്നത്. പ്രീ ഡെൽക്രൈസ് അസൈലേഷൻ ഓർ അസറ്റൈലേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ വെച്ച് ഈ ഗ്രൂപ്പാണ് ആഡ് ചെയ്യുന്നത്. COCH3 ഗ്രൂപ്പാണ് വരുന്നത്. നോക്കാത്. അത് മാത്രമേ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നിങ്ങൾക്ക് Cl ഇവിടെ ചേരണ എന്തായിരിക്കും? CH3 അല്ല, പകരം COCH3. അതാണ് അസറ്റൈലേഷൻ ഓർ ആൽക്കൈലേഷൻ എന്ന് പറയുന്നത്. പ്ലസ് ഇവിടെ ഓർത്തോ പാരാ പൊസിഷൻ ഒന്ന് നോക്കിയാൽ എല്ലാവർക്കും എഴുതാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഒന്ന് എഴുതിയെടുക്കണം. ഇതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരുമിച്ച്. ഇതുപോലെ ന്യൂക്ലിയോഫിലിക് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഏതൊക്കെയാ വന്നിരിക്കുന്നത്? ന്യൂക്ലിയോഫിലിക് പഠിച്ചു, അതിന്റെ മെക്കാനിസം SN1 SN2 പഠിച്ചു, ഇലക്ട്രോഫിലിക് പഠിച്ചു. അതിന്റെ ഇടക്ക് നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചല്ലോ, ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ അല്ലെ, പിന്നെ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ചെറിയ ടോപ്പിക് കൂടിയുള്ള അതുകൊണ്ട് അതും കൂടി അങ്ങ് തീർത്തേക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സമയം കിട്ടില്ല. ഇപ്പൊ തന്നെ നിർത്താട്ടോ. അപ്പൊ വീഡിയോ എടുത്ത് കണ്ട്, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വീഡിയോ എടുത്ത് കണ്ട് എല്ലാരും ചെയ്തോളണം. ഓക്കെ, റിയാക്ഷൻ വിത്ത് മെറ്റലില് നമ്മള് ആദ്യം വൂഡ്സ് റിയാക്ഷൻ ആണ് പഠിച്ചിരിക്കുന്നത്. അതിന് തന്നെ വൂഡ്സ് ഫിറ്റിക് അങ്ങനെ റിയാക്ഷൻസ് 2 വരുന്നുണ്ട്. വൂഡ്സ് റിയാക്ഷൻ എന്തായിരുന്നു? 3 ഒരുമിച്ച് എഴുതുന്നതാണ്. ഞാൻ എപ്പോഴും ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത്. CH3Br തന്നെ ഇരിക്കട്ടെ. CH3Br പ്ലസ് Na2Na പ്ലസ് CH3Br. തിരിച്ചെഴുതിയാലാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്. Br ഇവിടെ വന്നിട്ട് CH3 ഇങ്ങനെ ഇട്ടാല് കണ്ടോ ഏതാണ് പ്രോഡക്റ്റ്? ബൈ പ്രോഡക്റ്റ് ഞാൻ എഴുതണില്ല, ഇത് മാത്രം എഴുതുള്ളൂ. ഇത് 2 ആൽക്കൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് 2 ആൽക്കൈൽ ഗ്രൂപ്പ്. ഏതാണ് ഇതിന്റെ പേര്? വൂഡ്സ് റിയാക്ഷൻ. വൂഡ്സ് റിയാക്ഷൻ. ഇനി വൂഡ്സ് ഫിറ്റിക് എന്താന്ന് നോക്കിയാൽ ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അറൈൽ ഹാലൈഡും. നമുക്ക് നോക്കാത്. CH3Br ഒരു ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് 2Na ഒരു അറൈൽ ഹാലൈഡ് ആണ് വന്നത്. അറൈൽ ഹാലൈഡ് എപ്പോഴും നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, അറൈൽ ഹാലൈഡ്. അപ്പൊ നോക്കിയേ എന്തായിരിക്കും വരണ പ്രോഡക്റ്റ്? ആൽക്കൈൽ ബെൻസീൻ അല്ലേ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ടൊളുവി. ഇത് രണ്ടും കൂടി ചേരും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു അറൈൽ ഗ്രൂപ്പ്. ഇതിനെ നമ്മൾ അറൈൽ ഗ്രൂപ്പ് എന്ന് പറയണം, ഇതിനെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ഇതിന് നമ്മൾ പറയും, ഈ റിയാക്ഷന്റെ പേരാണ് വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഒരു ആൽക്കൈലും ഒരു അറൈലും. 2 ആൽക്കൈലാണെങ്കിൽ വൂഡ്സ് റിയാക്ഷൻ, ഒരു ആൽക്കൈലും ഒരു അറൈലും ആണെങ്കിൽ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. അപ്പൊ അതുപോലെ തന്നെ ഫിറ്റിക് റിയാക്ഷൻ എന്തായിരിക്കും? 2 അറൈൽ ഗ്രൂപ്പ്. ഈ അറൈൽ ഗ്രൂപ്പ് ഇങ്ങനെയും എഴുതാം. തിരിച്ചൊന്ന് എഴുതി, നിങ്ങൾക്ക് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. കണ്ടോ, Br പ്ലസ് 2Na പ്ലസ് Br. നോക്കുക, Br 2Na Br കൂടി പോയാല് 2 ആൽക്കൈൽ ഗ്രൂപ്പ് അറൈൽ ഗ്രൂപ്പുകൾ ചേരും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ എന്നൊക്കെ പറയും. ബൈഫിനൈൽ 2 അറൈൽ ഗ്രൂപ്പ് വരും. ഇതിനെയാണ് നമ്മൾ ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫിറ്റിക് 2 അറൈൽ ഗ്രൂപ്പ്, ഇതും അറൈൽ ഗ്രൂപ്പ്, ഇതും അറൈൽ ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ എന്താണ്? ആൽക്കൈൽ പ്ലസ് ആൽക്കൈൽ, ആൽക്കൈൽ പ്ലസ് ആൽക്കൈൽ എന്ത് കിട്ടും? ഫിറ്റിക് റിയാക്ഷൻ, വൂഡ്സ് റിയാക്ഷൻ നമ്മൾ പറയും. ആൽക്കൈൽ പ്ലസ് അറൈൽ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. അറൈൽ പ്ലസ് അറൈൽ ഫിറ്റിക് റിയാക്ഷൻ. 3 ഒരുമിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ബൈഫിനൈൽ ഓർ ഡൈഫിനൈൽ. ഇപ്പൊ ടീച്ചർ പറയുമ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടോളം എടുത്ത് രണ്ടാമത് എഴുതി നോക്കണം. അതിനാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. മിസ്സേ, എന്തോ അടിയിൽ എഴുതിയേക്കുന്ന കാണുന്നില്ല, ഒന്ന് പൊക്കി വെക്കാവോ? കാണുന്നുണ്ടോ ഇതിപ്പോ? മിസ്സേ, 2 അറൈൽ ഹാലൈഡ്സ് ചേർന്നിട്ട് ബൈഫിനൈൽ ഓർ ഡൈഫിനൈൽ.
ഇതാണ് വൂഡ്സ്പിറ്റിക്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇത്. അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. കൺവേർട്ട് മീഥൈൽ ക്ലോറൈഡ് ടു ഈതെയിൻ. കൺവേർട്ട് മീഥൈൽ ക്ലോറൈഡ് ടു ഈതെയിൻ. അടുത്ത ടോപ്പിക് അടുത്തെടുക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര. മീഥൈൽ ക്ലോറൈഡിന് ഈതെയിൻ ആയിട്ട് മാറ്റാൻ മീഥൈൽ ക്ലോറൈഡ് എഴുതുക, CH3Cl. ഇതിനെ നമ്മൾ എങ്ങനെ മീതെയിൻ ആയിട്ട് മാറ്റുന്നു? എങ്ങനെയൊക്കെ മാറ്റാം മീഥൈൽ ക്ലോറൈഡിനെ ഈതെയിൻ ആയിട്ട് മാറ്റാൻ? പറയൂ. മീഥൈൽ ക്ലോറൈഡ് ഈതെയിൻ ആണല്ലേ? ഈതെയിൻ ആണ് ഞാൻ എഴുതിയത്. എങ്ങനെ മാറ്റാം? കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും എടുക്കുന്ന റിയാക്ഷൻ വൂഡ്സ് റിയാക്ഷൻ ആണ് അല്ലെ? മീതെയിൻ ഉണ്ടായത് കണ്ടോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ വൂഡ്സ് റിയാക്ഷൻ എന്താന്ന് ചോദിക്കാം. അടുത്തത് ക്ലോറോബെൻസീൻ ടു ടൊളുമീൻ. ക്ലോറോ ബെൻസീൻ എടുക്കുക, അതിനെങ്ങനെ ടൊളുവീൻ ആക്കാം? എങ്ങനെ ടൊളുവീൻ ഉണ്ടാക്കാം? ഒരു CH3 ഗ്രൂപ്പ് വരണം അല്ലേ ഇവിടെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ റിയാക്ഷന്റെ പേരെന്താണ്? ഓക്കെ, വൂഡ്സ്പിറ്റിക് റിയാക്ഷൻ. റിയാക്ഷന്റെ പേരെന്താണ്? വൂഡ്സ്പിറ്റിക് റിയാക്ഷൻ. അടുത്തത് ക്ലോറോബെൻസീൻ ടു ഡൈഫിനൈൽ. ക്ലോറോബെൻസീൻ ഞാൻ ദാ ഇങ്ങനെ എഴുതട്ടെ. ക്ലോറോബെൻസീൻ ഡൈഫിനൈൽ. കണ്ടോ? ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതുണ്ടോ? ഇതാണ് ഫിറ്റിക് റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, why aryl halides are less reactive towards nucleophilic substitution reaction? പോയിന്റ്സ് മാത്രം മതി. റെസൊണൻസ് ഇഫക്ട്, sp2 hybridization, instability of phenyl cation. ഇനി പോളിഹാലജൻ കോമ്പൗണ്ട്സ് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു വോയിസ് ഇടാം. ഏതും ആയിക്കോട്ടെ, ഒരു വോയിസ് ഇട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു ഓൾ. യു ക്യാൻ ലീവ് നൗ. ഹാവ് എ നൈസ് ഡേ. Thank you, Miss.